നമ്മളിനി അടുത്തതായി കാണാൻ പോകുന്ന അരുൾമികു പാർത്ഥസാരഥി ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. ചെന്നൈയിൽ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ വിശ്വാസികൾ വരുന്ന സ്പോട്ട് കേട്ടോ ഈ അരുൾമികു പാർത്ഥസാരഥി ക്ഷേത്രം. ഒരു 5 മിനിറ്റ് കൂടെ നടക്കാനുള്ളൂ. ഇപ്പോഴത്തെ ഒരു മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ വിശ്വാസികൾ വരുന്ന സ്ഥലം കേട്ടോ അരുൾമികു പാർത്ഥസാരഥി ക്ഷേത്രം. നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറും പിന്നെ ഒരുപാട് വിശ്വാസികൾ വരുന്ന ക്ഷേത്രം. അപ്പോൾ അത് നമുക്ക് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. മറീന ബീച്ച് മാത്രം, ബീച്ചും സ്മാരകങ്ങളും പിന്നെന്താ ബസ് മാത്രം കാണിച്ചാൽ പോലല്ലോ, ബാക്കി ഈ ഗ്രാമീണത പോകുന്ന ക്ഷേത്രങ്ങളും എല്ലാം കാണിച്ചു തരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകട്ടോ. നമ്മൾ നടന്ന് ക്ഷേത്ര കോംപ്ലക്സിൽ എത്താം കേട്ടോ. ഈ കാണുന്ന അരുൾമികു പാർത്ഥസാരഥി ക്ഷേത്രം കേട്ടോ. അത്യാവശ്യം സാമാന്യം വലിപ്പമുള്ള ക്ഷേത്രമല്ലേ. നമ്മളിപ്പോൾ രാമേശ്വരം ടെമ്പിൾ, മധുരൈ ടെമ്പിൾ, അങ്ങനെ ഒരുപാട് ടെമ്പിൾസ് കണ്ടുകൊണ്ട് അത്ര വലിപ്പമില്ല, പക്ഷേ സാമാന്യം വലിപ്പമുള്ള ടെമ്പിൾ. ഇവിടെ കുറേ പേര് തൊഴുണ്ട് കേട്ടോ. ഇവിടെ മുമ്പാകത്ത് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം. ഈ കാണുന്നതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അകത്തൊന്നും കയറി, ഞാൻ പുറമേക്കൂടെ നടന്ന് കാണിച്ചില്ല കേട്ടോ. കാരണം ആ വേഷത്തിലൊന്നും എല്ലാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. രാവിലെ ബസ് ഇറങ്ങി നേരെ നടത്താൻ തുടങ്ങി. ആകെ വലത്ത് കുളിച്ച് ഞാൻ പുറമെ കൂടെ നടന്ന് കാണിച്ചില്ല. വലിയൊരു മതിൽക്കെട്ടാണല്ലോ. ഇതിനകത്ത് കയറണമെങ്കിൽ ഷൂ ഒക്കെ ഇട്ട് പറ്റൂല. പുറമെ അങ്ങനെ കാണാൻ പറ്റിയ കണ്ടോ. ഇതാണ് മെയിൻ ഗോപുരം. അകത്തുള്ള ഗോപുരം ഞാൻ സൈഡിൽ കൂടെ നടന്ന് കാണിച്ചു തരാം. മുമ്പ് കൂടി പോകാൻ പറ്റുമോ നോക്കാം. ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാം പൂജാദ്രവ്യങ്ങളുടെ കച്ചവടം കാണാം. പിന്നെ പൂക്കൾ അങ്ങനെ കാണാം. മുമ്പിൽ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ? ചെറിയ ശ്രമം നടത്തി കേട്ടോ. ഇവിടെ ഷൂ അയച്ചിടണം. ഈ സീറ്റാട്ടോ കാണും ടെമ്പിളിൻ്റെ എൻട്രൻസ്. കുറേ പേര് തൊഴുണ്ട്. ഷൂ അയച്ചിട്ട് വേണം അങ്ങോട്ട് കയറാൻ. പിന്നെ ബാഗും ഉണ്ട്. ബാഗ് അവിടെ നിന്ന് വെക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. എനിക്ക് ക്ഷേത്രത്തിനകത്തെ ഗോപുരങ്ങൾ വരുന്നു കേട്ടോ. കണ്ടോ ഇങ്ങനെ ഗോപുരങ്ങൾ വരുന്നത്. ഇതാണ് മെയിൻ ഗോപുരം. അവിടെ എൻട്രൻസ് വരുന്നു. ചുറ്റും നടക്കാനുള്ള ജസ്റ്റ് കുറച്ചും കൂടി നടന്നു പോകണം. ഞാൻ എന്തെങ്കിലും നേരെ പോട്ടെ റൂമിലേക്ക്. ഒന്ന് കുളിച്ച് ഫ്രഷപ്പ് ആയ ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സൈഡിൽ വരുമ്പോൾ ഇതാട്ടോ കാഴ്ച. മറ്റൊരു ഗോപുരം കാണാം. 4 സൈഡിലും നമ്മൾ സാധാ ഏതെങ്കിലും ടെമ്പിളിൽ പോയാൽ കാണാൻ കാഴ്ച കേട്ടോ. 4 സൈഡിലും ഗോപുരങ്ങൾ. ഈ സൈഡിലും ഉണ്ട് എൻട്രൻസ്. ഈ സൈഡിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ജസ്റ്റ് നോക്കട്ടെ. കൊടിമരവും കാര്യങ്ങളും കാണാം കേട്ടോ. ഞാൻ ഇവിടെ വരെ ഒന്ന് പോയി ജസ്റ്റ് കാണാം കേട്ടോ. കൊടിമരവും ചെറിയൊരു കോവിലും കാണാം. അത്രയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. ദീർഘമായ സഞ്ചാരത്തിനോട് നമ്മൾ ഹോട്ടൽ മൂടി തപ്പിപ്പോട്ടോ. 1000 റുപ്പീസിനോട് ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം നാളെ വെക്കേറ്റ് ആവും. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ കാണിച്ചൊരു ഹോട്ടൽ ഏതാണ്. ഈ കാണാം ഭീമാസ് ടെമ്പിൾ 3 ഹോട്ടൽ. ഇവിടെ നമ്മളെ സ്റ്റേ. ഈ ഭീമാസിൻ്റെ എൻ്റെ മോനെ ഹോട്ടലിൽ പണി വാളിയോ. ഭീമാസ് ഇന്നാണ് ഇവിടെ പേര്. ഞാൻ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്തത്. എവിടെ ഉണ്ടാവും? ഓക്കെ, ഞാൻ മേടിച്ച് പണി വാളിയോ എന്ന് കണ്ടോ. ഈ ഹോട്ടലാട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. ഭീമാസ് ഇൻ. പോയൊക്കെ നമുക്ക് അകത്ത്. ഓൾറെഡി പൈസ കൊടുത്താണ്. എന്താ അവസ്ഥ എന്ന് പോയി നോക്കട്ടെ. ഭീമാസിൻ ഈ ഹോട്ടലിട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഒരു ദിവസത്തേക്കും നമ്മളെ ലിഫ്റ്റ് എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ റൂമും കൂടി ഒന്ന് കാണിച്ചു തരാം. കേട്ടോ നമ്മൾ റൂം വരുന്നത്. ഇതാണ് നമ്മളെ റൂം. ഇതാണ് തോന്നുന്നു. ഇത് തന്നെയാണ് ഗൈസ്. ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നു കേട്ടോ. വിത്ത് എയർ കണ്ടീഷൻ. ഇതാണ് വാഷ്റൂമും കാര്യങ്ങളും വരുന്നത്. നല്ല റൂം കേട്ടോ. എല്ലാം നീറ്റ് ഉണ്ട്. ഒരു കുപ്പി വെള്ളം എത്തിച്ചിട്ടുണ്ട്. 1000 റുപ്പി കിട്ടാവുന്നതിൽ വെച്ച് നല്ല റൂം കേട്ടോ. പഴയ കാലത്തെ AC ആണെങ്കിൽ പക്ഷേ റൂം നല്ല റൂം കേട്ടോ. നല്ല റൂം ഇഷ്ടപ്പെടും. ടോയ്ലറ്റ് ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. നൈസ്. ചെന്നൈയിൽ ഇങ്ങനെ ഹോട്ടൽ കിട്ടാൻ ഭയങ്കര കഷ്ടമാണ് ഗൈസ്. കുറേ തപ്പി കിട്ടിയിട്ട് നല്ല ഹോട്ടൽ കേട്ടോ. ഭീമാസിൻ നിങ്ങൾക്ക് വരുമ്പോഴും ഈ ഹോട്ടലിൽ തന്നെ നോക്കാം കേട്ടോ. നല്ല ഹോട്ടൽ. ഇങ്ങനത്തെ ഹോട്ടൽ കിട്ടാൻ ഭയങ്കര പ്രയാസം. ഈ നിരക്കിൽ